എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് അതിരാവിലെ തന്നെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് അടിച്ചു വാരി കുളിച്ചൊക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കര ഒരു ഉന്മേഷമാണ്. ആദ്യമൊന്നും എനിക്ക് ഈ ശീലങ്ങളേ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ പോണ ദിവസങ്ങളിലൊക്കെ മാത്രമേ രാവിലെ ഇങ്ങനെ അതിരാവിലെയൊക്കെ കുളിക്കാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ തന്നെ എന്നെ ഇങ്ങനെ ഓരോന്ന് ചിട്ടപ്പെടുത്തി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ രാവിലെ കുളിച്ചില്ലെങ്കിലുണ്ടല്ലോ എന്തോ പോലെയാണ്. അത് നമ്മൾ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് രാവിലെ ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആയിരിക്കും, നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയൊക്കെ ആയിരിക്കും. ഇതെല്ലാം നമ്മളെ കയ്യിൽ തന്നെയാണ്, നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ശീലങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം. ഇനി അടുത്ത പരിപാടി വിളക്ക് തേച്ച് കത്തിക്കണം, അതാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയാണ്ട് മുന്നേക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ 6 മണിയായാലും നേരം വെളുക്കൂല എന്നൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഒരു 5:45 ഒരു 5:40 ആകുമ്പോൾ തന്നെ നേരം വെളുക്കാനായിട്ട് തുടങ്ങും. ആ സമയത്തൊക്കെ മഞ്ഞ് സമയമല്ലായിരുന്നു. അപ്പോൾ പക്ഷേ അതൊരു പ്രത്യേക രസമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഇങ്ങനെ സൂര്യൻ ഉദിച്ച് നല്ല ചുമന്ന കളറിൽ സൂര്യൻ ഉദിച്ച് വരണത് കാണാമായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക രസമായിരുന്നു. അത് ഈ പറയും പോലെ മഞ്ഞ് സമയത്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ പോലെ 5:40 ആകുമ്പോൾ തൊട്ട് നേരം വെട്ടം വെച്ച് തുടങ്ങും. മുന്നേക്ക് 6:15 ആയാലും ഒന്ന് നേരം വെളുത്ത് വരുവോളായിരുന്നു. അപ്പോൾ ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണതല്ലേ. അല്ലെങ്കിൽ തന്നെ നമുക്കിനി ഈ ഒരു സമയത്ത് പകൽ കൂടുതലാണല്ലോ. അപ്പോൾ വിളക്കെല്ലാം തേച്ച് കഴിഞ്ഞ് പൂവൊക്കെ പറിച്ച് ചെമ്പരത്തി പൂവൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇനി വിളക്കൊന്ന് കത്തിക്കണം. പിന്നെ ആദ്യമൊക്കെ ഈ തലമുടി അങ്ങനെ കെട്ടി വെച്ചുകൊണ്ട് തന്നെയായിരുന്നു വിളക്ക് കത്തിക്കണത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ കത്തിക്കാൻ പാടില്ല ചേച്ചി എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പം അങ്ങനെ കത്തിക്കാറേ ഇല്ല. അതുപോലെ തന്നെയാണ് തീപ്പെട്ടി കൊണ്ട് ഡയറക്റ്റ് കത്തിക്കാണ്ട് ഇതുപോലെ ചൂണ്ടുവിളക്കിൽ കത്തിച്ചിട്ട് കത്തിക്കുന്നതാണ് ഐശ്വര്യം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്താ തപ്പി പിടിച്ച് ചൂണ്ടുവിളക്കൊക്കെ എടുത്ത് ഇപ്പം മിക്കവാറും അങ്ങനെ തന്നെയാണ് കത്തിക്കാറ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ ഇതൊക്കെ ഭയങ്കര ഐശ്വര്യമാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ ഫ്രണ്ടെന്ന് പറയാനും പറ്റില്ല, അതൊരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി ചെയ്യാറുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ 3:30 മണിക്ക് തന്നെ ഉണരും. 3 മണിക്ക് ഉണർന്ന് 3:30 ആകുമ്പോഴേക്ക് വിളക്കെല്ലാം കത്തിച്ച് ലളിതാ സഹസ്രനാമം, ദേവി മാഹാത്മ്യം അതൊക്കെ വായിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയിലോട്ട് കയറണതെന്ന് ആ ചേച്ചി ഓരോന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. ഭയങ്കര ചിട്ടയോടുകൂടിയാണ് ആ ചേച്ചി ഓരോ കാര്യങ്ങൾ ചെയ്യണതും പറയണതും എല്ലാം. അതുപോലെ തന്നെ ചേച്ചി പറയാറുണ്ട് അടുപ്പ് കത്തിക്കുമ്പോൾ ആ ചേച്ചി കർപ്പൂരം ഇട്ട് മാത്രമേ കത്തിക്കാറുള്ളെന്നൊക്കെ. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ജോലികളെന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു സെൽഫ് മോട്ടിവേഷനും കൂടെയാണത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറുമ്പോഴേക്ക് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം കുടിക്കണമെന്നാണ്. ഈ പറയും പോലെ അങ്ങനെ ഒരു ശീലമേ എനിക്കില്ല. രാവിലെ ഒരു ചായ കുടിക്കും, പിന്നെ കാപ്പി കഴിക്കുമ്പോഴുള്ള സമയത്തായിരിക്കും പിന്നെ എന്തെങ്കിലും ചായ കുടിക്കുന്നത്. പിന്നെ എനിക്ക് ചായയല്ല വെള്ളം കുടിക്കുന്നത്. പിന്നെ എപ്പോൾ വെള്ളം കുടിക്കണമെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇപ്പം ഞാൻ ആ ശീലവും ഇങ്ങനെ മാറ്റിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇന്ന് ഇഡ്ഡലി സാമ്പാറുമാണ്. അങ്ങനെ സാമ്പാറിനുള്ള തോരൻ പരിപ്പൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട്. പിന്നെ ഇനി ഓരോ ജോലികളായിട്ട് ഇങ്ങനെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ തോരൻ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കേശുവിനുള്ള ഞാൻ കലക്കി വെക്കണം. അപ്പോൾ എഴുന്നേറ്റ് വന്ന ഉടനെ അമ്മയെ പാപ്പിയും ചോദിച്ചുകൊണ്ടാണ് വരണത്. അപ്പോൾ കേശുവിനുള്ള പാലും ചേട്ടന് കാപ്പിയും. ചേട്ടൻ രാവിലെ കാപ്പിയേ കുടിക്കാറുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഡെയിലി 3 കാപ്പി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ നമ്മൾ കാപ്പി എന്ന് പറയുമ്പോൾ കോഫിയാണ്. കോഫി കുടിച്ചാൽ നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന് അത് നല്ലതാണെന്ന് ഒരു ഡോക്ടർ പറഞ്ഞത് കേട്ടതിന് ശേഷം ഈ പുള്ളിക്കാരൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഉച്ച സമയത്തുള്ള കോഫി കുടിയൊന്നും നടക്കില്ല, പക്ഷേ രാവിലെയും രാത്രിയും ആൾ കറക്റ്റായിട്ട് ആ കോഫി കുടിക്കും. അത് വിത്തൗട്ട് ഷുഗറിലാണ് കുടിക്കേണ്ടത്. അപ്പം ഞാനും വല്ലപ്പോഴൊക്കെ കുടിക്കും. എനിക്കാണെങ്കിൽ എന്തോ ഒരു ഇഷ്ടക്കേടാണ്. കാരണം ഒന്നാമത് കോഫിക്കൊരു ചെറിയ കൈപ്രസം ഉണ്ടല്ലോ. അപ്പോൾ വിത്തൗട്ട് ഷുഗറിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ മനുഷ്യൻ എങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ തലേ ദിവസം മാവ് ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ആട്ടി വെച്ചിരിക്കുകയാണ്. ഇഡ്ഡലിക്കുള്ള മാവ് ആട്ടിയെന്നല്ല, ഇഡ്ഡലിക്കുള്ള അരിയും ഉഴുന്നും ആട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇനി അതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മാവിൽ ഇതുപോലെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോൾ അതിങ്ങനെ നല്ല പൊങ്ങി വരുമെന്ന് പറഞ്ഞ് കേട്ടതിന് ശേഷമാണ് ഇപ്പം നമ്മൾ ആട്ടി വയ്ക്കുന്നതിൽ അങ്ങനെ ചെയ്യണത്. പിന്നെ ഈ സംഭവം ഇല്ലേ,
നമ്മൾ ആദ്യം തോരമ്പരിപ്പ് വേവിക്കുന്ന സമയത്ത് കുക്കർ ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചിട്ട് ഈ പതഞ്ഞ് പൊങ്ങി വരുന്ന പത എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതങ്ങ് മാറ്റണം. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവമാണ് നമുക്ക് സാമ്പാർ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയുമല്ലോ, അയ്യോ ഭയങ്കര ഗ്യാസ് ട്രബിളാണ്, അങ്ങനെ നമുക്ക് സാമ്പാർ കഴിക്കാനേ പറ്റൂല, ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തോരമ്പരിപ്പ് വേവിക്കുന്ന സമയത്ത് കുക്കർ തുറന്ന് വെച്ച് വേവിച്ചിട്ട് ആ പൊങ്ങി വരുന്ന ആ പദം ഉണ്ടല്ലോ അതിന് നമ്മൾ കോരി അങ്ങ് മാറ്റണം. ഈ സംഭവമാണ് നമുക്ക് ഗ്യാസ് ഫോം ചെയ്യണ ഒരു സംഭവം. അതും ഇതിങ്ങനെ തോരമ്പരിപ്പ് എന്തോ പാകമാവണ സമയത്ത് അത് മറ്റ് പ്രാണികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി തനിയെ ഉണ്ടാക്കുന്ന എന്തോ ഒരു സംഭവം, ഒരു ഫ്ലൂയിഡാണ്, അതിനൊരു കോട്ടിംഗ് ആണെന്നാണ് അതിനെ പറയണത്. എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവ്. അപ്പോൾ അതാണ് ഈ തിളയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി വരണത്. അത് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാമ്പാർ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും വരില്ല. പിന്നെ അത് കൂടാണ്ട് വെളുത്തുള്ളിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളിവിടെ മിക്കവാറും ജീരക വെള്ളമാണ് ഇടണത്, അങ്ങനെ നേരത്തെ ഇട്ട ജീരക വെള്ളമായിരുന്നു. അപ്പോൾ ഇനി സാമ്പാറിൻ്റെ മലക്കറികളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ സാമ്പാർ വയ്ക്കണത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഇപ്പോൾ എനിക്ക് ആ സംഭവങ്ങളൊന്നും കിട്ടാനില്ല. ചേമ്പ് അത് ഫുള്ള് പോയി. ഇനി അടുത്ത് മഴ പെയ്ത് തിളർത്ത് വന്നാൽ മാത്രമേ ആ ചേമ്പ് അവിടെ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ചേമ്പന്തണ്ടം അതുപോലെ തന്നെ സാമ്പാർ ജീരയൊക്കെ ഇട്ടാണ് സാമ്പാർ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഇപ്പോൾ പച്ചക്കറി വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സാമ്പാർ വയ്ക്കുന്നത്. അപ്പോൾ തോരമ്പരിപ്പ് നന്നായിട്ട് നല്ല വെണ്ണ പോലെ വെന്ത് വന്നതിന് ശേഷം ഈ സംഭവങ്ങളെല്ലാം പച്ചക്കറികൾ എന്തൊക്കെ കയ്യിലുണ്ടോ അതൊക്കെ മാത്രം ഇട്ടാൽ മതി. അതിട്ട് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കും. അത് ഒറ്റ വിസിലെന്ന് പറയാനും പറ്റില്ല. അതിപ്പോൾ ഞാനിട്ടത് ക്യാരറ്റും അതുപോലെ തന്നെ മുരിങ്ങയ്ക്കായും തടിയങ്ക ആ സംഭവങ്ങളൊക്കെ പീണിക്കൊക്കെ ഇട്ടാണ്. അതൊന്ന് വേവാനായിട്ട് മറ്റേ മലക്കറി വേവണ അനുസരിച്ച് ഇത് വേവില്ലല്ലോ. അപ്പോൾ അതും ഒന്ന് വിസിൽ കയറ്റി എടുത്തിട്ട് ബാക്കി അല്ലാണ്ട് ഒന്നും കൂടെ അങ്ങ് വേവിച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അതാ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രി നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ സമയത്തും ചെറിയ ആ ഒരു മഴയുടെ ബാക്കി പത്രം കൊണ്ടും ചെറിയ രീതിയിൽ മഴത്തുള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് അമ്മയ്ക്ക് തിമിരത്തിൻ്റെ ഓപ്പറേഷനാണ്. ഇന്ന് കാറ്ററാക്ട് സർജറിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് 8 മണിക്ക് അമ്മയ്ക്ക് സർജറിക്കായിട്ട് പോകണം. അപ്പോൾ ചേട്ടനും രമ്യ ചേച്ചിയും കൂടെയാണ് അമ്മയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ അതിരാവിലെ തന്നെ ഉറക്കം എഴുന്നേറ്റത്. അപ്പോൾ ഇനി സാമ്പാറിനുള്ള സംഭവങ്ങളൊക്കെ എല്ലാം അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി ഇഡ്ഡലിയും കൂടെ ഉണ്ടാക്കി ഇതാ ചേട്ടനൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയും കൂടെയൊക്കെ വെച്ചിട്ട് അവർക്ക് ഒരു 7:45 ആകുമ്പോഴേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതും കഴിച്ചുകൊണ്ട് വേണം അമ്മയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ അമ്മയുടെ ഒരു കണ്ണ് നേരത്തെ തന്നെ ഓപ്പറേഷൻ ചെയ്തതാണ്. അതിപ്പോൾ സർജറി കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 5-6 വർഷമായി. കോവിഡിനൊക്കെ മുന്നേ ആയിരുന്നു. അത് നമ്മുടെ ഇവിടെ കണ്ണാശുപത്രിയിൽ, ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെയുള്ള കണ്ണാശുപത്രിയിലാണ് നടത്തിയത്. അപ്പോൾ ഇപ്പം നമ്മൾ എന്തായാലും പ്രിസൈസിലാണ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ 8 മണിക്ക് തന്നെ അമ്മയോടൊക്കെ അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് നമ്മൾ കണ്ണാശുപത്രി ചെയ്ത സമയത്ത് ഒരു ദിവസം അവിടെ അഡ്മിറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, പോയാൽ ഒരു അരമണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ എന്നാണ് അറിയാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇനി അതിനായിട്ട് പോകണം. എന്തായാലും ചെറിയൊരു കാറ്ററാക്ട് സർജറി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, കോമൺ ആയിട്ടുള്ളതാണ്. എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ സർജറി എന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ പേടിയില്ലേ, അതിവിടെ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും പരസ്പരം ഇത് പിന്നെ ചെറിയ സംഭവമല്ലേ എന്ന് പറയണമെന്നുണ്ടെങ്കിലും എല്ലാവരുടെ ഉള്ളിലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അമ്മയ്ക്കും ഉണ്ട്. പക്ഷെ അമ്മയുടെ മുന്നിൽ നമ്മൾ അതൊന്നും കാണിക്കണില്ല. കാരണം നമ്മൾ എന്തെങ്കിലും അയ്യോ ചെറിയൊരു പേടിയുണ്ട്, അയ്യോ സർജറി അല്ലേ എന്നെങ്ങാനും പറഞ്ഞാൽ അമ്മ പിന്നെ അയ്യോ അതിൻ്റെ അപ്പുറത്തെ പേടിയാവും. അപ്പോൾ ഒരുപാട് അങ്ങനെ എന്തെങ്കിലും ടെൻഷനായിട്ട് BP കൂടെ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ സർജറി നടക്കില്ല. അങ്ങനെ ഇതാ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ച് അപ്പോഴേക്ക് ഇതാ ദിവ്യ ചേച്ചി എഴുന്നേറ്റ് വന്നിട്ട് ക്യാബേജ് തോരത്തിനുള്ളതൊക്കെ കൊത്തിത്തരയാണ്. അപ്പോൾ ഇനി ഇതൊക്കെ വെച്ചിട്ട് എനിക്കിനി എന്തായാലും കടയിൽ പോകണം. അപ്പോൾ രാവിലെ ചേട്ടൻ അമ്മയെ കൊണ്ട് പോണത് കൊണ്ട് ഇന്ന് ഷോപ്പ് തുറക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. അപ്പോൾ ഒരു 9:30 ആകുമ്പോഴേക്ക് ഷോപ്പ് തുറക്കാനായിട്ട് പോകണം. അപ്പോൾ ഇന്ന് എന്തായാലും 9:30 തുറക്കലൊന്നും നടക്കില്ല, 10 മണിക്കേ പറ്റുള്ളൂ.
ഇനി അവർ വരുമ്പോഴേക്ക് ആഹാരമൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം കാപ്പിയും ഉണ്ടാക്കി ഉച്ചയൂണിനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ഷോപ്പിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇനി മീൻ വാങ്ങാൻ പോകണം. അങ്ങനെ ഒത്തിരി ജോലികളുണ്ട്. അപ്പോൾ ഇതാ അവിയലിനുള്ള മലക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അവിയലിന് അരച്ചും വെച്ചിട്ടുണ്ട്. ഇനി അവിയൽ വെക്കണം, തോരൻ വെക്കണം, പിന്നെ ഇതിനിടയ്ക്ക് ചന്തയിൽ പോകണം. പിന്നെ സമയം ഒരു 7:45 ആകുമ്പോഴേക്കും ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചേട്ടൻ കാർ എടുക്കണില്ല. കാറിൽ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നും കിട്ടില്ല. അങ്ങനെ പറഞ്ഞ് എന്തായാലും ഓട്ടോയിൽ പോവാം. ഓട്ടോയിൽ പോയാൽ പിന്നെ ഈ സമയത്ത് നല്ല തിരക്കും കൂടെയൊക്കെ അല്ലേ, അങ്ങനെ ഓട്ടോയിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ഓട്ടോയൊക്കെ വിളിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ്റെ ഓട്ടോയൊക്കെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7:45 ആകുമ്പോഴേക്ക് പുള്ളിക്കാരൻ വരും. ബുക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര ഇതൊക്കെ ആയിട്ട് പറയണതാണ്. ആ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് 7:45 ആകുമ്പോൾ വരണമെന്നാൽ പുള്ളിക്കാരൻ കറക്റ്റായി എത്തിക്കോളും. അങ്ങനെ ഇതാ സമയമായി, ഓട്ടോയും വന്നിട്ടുണ്ട്, പോവാനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ കേശുവിനെ കൊണ്ട് പോകാമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ വിചാരിച്ച് വേണ്ട, അവിടെ ചെല്ലുമ്പോഴേക്ക് ഒന്നും അറിയില്ല, നമുക്കിപ്പോൾ പെട്ടെന്ന് കഴിയുമെന്ന്. ഇപ്പോൾ ഞാനതെല്ലാം കഴിഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് കഴിയുമെന്ന് പറഞ്ഞത്. ചിലപ്പോൾ ഇനി രാത്രി വരെ ഇരിക്കേണ്ടി വരുമെന്ന് ഒന്നും അറിയില്ല. അപ്പോൾ പോണതിന് മുമ്പ് ഒരു തുള്ളിമരുന്നും കൂടെ അമ്മയ്ക്ക് ഒഴിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒഴിച്ചു കൊടുത്തതാണ്. ബാക്കിയെല്ലാം ചേച്ചിമാരൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കേശുവിനെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷം മോനെ കൊണ്ടുപോവാതെ ഇതാ ഇറങ്ങിയപ്പം കേശു ഭയങ്കര കരച്ചിലായിരുന്നു. കുറച്ച് സമയം കേശു ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അതിനുശേഷം ആള് കൂളാവാനായിട്ട് തുടങ്ങി. എനിക്ക് അതിനിടയിൽ 2 അടിയൊക്കെ കിട്ടി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് കൂളാക്കിയത്. പാരിജാതത്തിൻ തളിരോ എൻ്റെ ഭാഗ്യദ്രുമത്തിൻ ഫലമോ ലാവണ്യ പുണ്യ നദിയോ കൊണ്ടൽ സാർവർണ്ണൻ തൻ്റെ ലക്ഷ്മി ഭഗവതി എൻ്റെ തിരു നെറ്റിയിലേട്ട കുറിയോ എന്നുണ്ണി കൃഷ്ണൻ ജനിച്ചോ പാരിൽ ഇങ്ങനെ വേഷം ധരിച്ചോ പത്മനാഭൻ തൻ കേശുവിനെ കൂളാക്കാനായിട്ട് ഇതുപോലെ താരാട്ട് പാട്ട് പാടിയാൽ മതി. മോന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ താരാട്ട് പാട്ട് പാടിയൊക്കെ ഉറക്കും. പക്ഷേ അവരതൊന്ന് ആസ്വദിച്ച് ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ള പ്രായമാകുമ്പോഴേക്കും പിന്നെ നമ്മൾ താരാട്ടൊന്നും പാടാറില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോഴും ഞാൻ താരാട്ട് പാടും. അപ്പോൾ മോന് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ഈ ഒരു താരാട്ട് പാട്ട്, അങ്ങനെ 1 2 ഒരു 3 പാട്ടാണ് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. ഒന്ന് കണ്ണും പൂട്ടി ഉറങ്ങുക നീയും, പിന്നെ ഇതാ ഈ ഓമനത്തിങ്കളും,
പിന്നെ കണ്ണേ ഉറങ്ങി ഉറങ്ങി ഈ 3 പാട്ട് കേൾക്കുമ്പോൾ കേശു പറയും അയ്യോ അമ്മ പാട്ട് അമ്മയുടെ താരാട്ട് പാട്ടാന്ന് മോൻ പറയുകയും ചെയ്യും. അപ്പോൾ വളർന്നു കഴിഞ്ഞാലും ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അവൻ എന്നെ ഓർക്കുമല്ലോ ഞാൻ ഇല്ലാണ്ടാവണ സമയത്തായിരുന്നാലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ചന്തയിലോട്ടായിരുന്നു. അങ്ങനെ ചന്തയിലൊക്കെ പോയി ഒരു ചൂര മീനാണ് കിട്ടിയത്. മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇനി ഈ മീനും കൂടെ വെച്ചിട്ട് വേണം എനിക്ക് കടയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അതാ ചേച്ചിയാണ് മീൻ കട്ട് ചെയ്ത് തരണത്. അപ്പോൾ ഈ ഒരു ചൂരയ്ക്ക് 150 രൂപയായിരുന്നു. ഞങ്ങളുടെ കടയിൽ, ഞങ്ങളുടെ ചന്തയിലെന്ന് പറഞ്ഞാൽ നല്ല റീസണബിൾ റേറ്റിൽ നല്ല പച്ച മീനാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. പക്ഷേ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഈ ഒരു മീനിന് 500 രൂപയൊക്കെയാണ് പറയണത്. ഞങ്ങൾ ഈശ്വര 500 ഞങ്ങളവിടെ വെറുതെ തരുമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അവരുടനെ പറയാം പിന്നെ നിങ്ങൾ അവിടെ പോയി വാങ്ങിയാൽ മതിയെന്ന് പറയും. അങ്ങനെ പിന്നെ അത് വാങ്ങി. പിന്നെ അൽഫോൺസ മാങ്ങയാണത്. അപ്പോൾ ഒരു മാങ്ങയ്ക്ക് 20 രൂപയായിരുന്നു. എനിക്ക് 50 രൂപയ്ക്ക് 3 മാങ്ങ തന്ന്. അന്ന് നമ്മൾ എണ്ണ മാങ്ങ ഇട്ടില്ലേ, എണ്ണമാങ്ങ ഇട്ട് കഴിച്ച സമയം തൊട്ട് ഞാൻ അതിന് ഭയങ്കര അഡിക്റ്റാണ്. അങ്ങോട്ട് കയറുമ്പോഴും ഇങ്ങോട്ട് കയറുമ്പോഴും ഒക്കെ മാങ്ങ കഴിച്ചുകൊണ്ടിരുന്നു. അന്ന് എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഒരു മാങ്ങയിലാണ് ഇട്ടത്. അപ്പോൾ ഇന്ന് ഈ 3 മാങ്ങയിൽ അച്ചാറിടാനായിട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വെച്ചതാണ്. ഞാൻ പിന്നെ ഈ ചൂരമീനൊക്കെ കട്ട് ചെയ്യും എന്നേ ഉള്ളൂ. ഞാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ല. പക്ഷേ ചേച്ചി പെട്ടെന്ന് ആ ചൂരമീനൊക്കെ അങ്ങോട്ട് തൊലിയൊക്കെ വലിച്ചുരിഞ്ഞ് കട്ട് ചെയ്തൊക്കെ തരും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇനി കുറേ ദിവസത്തേക്ക് അമ്മയ്ക്ക് അങ്ങനെ ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയിൽ കയറാനൊന്നും പറ്റില്ല. അപ്പോൾ ഇനി ഫുള്ള് എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ അമ്മയുള്ള സമയത്ത് അറിയാമല്ലോ എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ ഒരു സഹായമുണ്ട്. ഇനി പെട്ടെന്ന് അമ്മയ്ക്ക് ഇനി കുറച്ച് നാളത്തേക്ക് അടുക്കളയിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് ജോലിഭാരം ഒരുപാട് കൂടും. നമുക്ക് ഒരാളിങ്ങനെ കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് അവരുടെ ആ ഒരു പ്രസൻസ് മാറുന്ന സമയത്ത് നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടും. നമ്മൾ കൂടെ ഉള്ള സമയത്ത് നമ്മൾ വിചാരിക്കും പിന്നെ അവരാ എല്ലാം ചെയ്യണത്, അവരില്ലെങ്കിൽ നമ്മളെ കൊണ്ട് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് കാര്യമായിരുന്നാലും ആരെ പറ്റിയായിരുന്നാലും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ അവർ പെട്ടെന്ന് ആ ഒരു ഒന്നങ്ങ് മാറുമ്പോഴേക്ക് നമുക്ക് ആ സ്പേസ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സമയം എടുക്കും. നമുക്ക് പെട്ടെന്ന് അവരുടെ ആരുടെ ആയാലും ആ ഒരു ഗ്യാപ്പ് നികത്താനൊന്നും പറ്റില്ല. അപ്പോൾ പ്രത്യേകിച്ച് അമ്മയുടേത്. അപ്പോൾ ഇനിതാ ചൂര മീനൊക്കെ ഇനി വെക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം അമ്മയുടെ ഡ്യൂട്ടി ആയിരുന്നു. അമ്മയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അരപ്പൊക്കെ ഒന്ന് കലക്കി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ പുളിയും കൂടെയൊക്കെ ഇട്ടിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് പിന്നെ മുളകും തക്കാളിയും ഒക്കെ ഇട്ട് പിന്നെ മാങ്ങ ഒരു പീസ് മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. സാധാരണ നമ്മൾ ഇങ്ങനെയല്ല മീൻ കറി വെക്കുന്നത്. ഇങ്ങനെ വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് മീനും കൂടെ ഒരുമിച്ചിട്ടാണ് ഇവിടെ വെക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചോറൊക്കെ അവിടെ തിളച്ച് വേവാറായി. അപ്പോൾ ചേച്ചി ഇങ്ങനെ അരിയൊക്കെ ഒന്ന് വാർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വെച്ച അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പൊക്കെ നോക്കിയപ്പോഴേക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇനി മീനൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ മീൻ കറി ഇപ്പം തന്നെ റെഡിയാവും. പിന്നെ അവരവിടെ എത്തി ഓപ്പറേഷനായിട്ട് അവിടെ അമ്മേനെ സർജറിക്കായിട്ട് അവിടെ ഇരുത്തിയിരിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു 3-4 പേര്, അമ്മയ്ക്ക് മുന്നേ ഒരു 3-4 പേരുണ്ട്. പിന്നെ എപ്പോൾ കഴിയുമെന്നോ എങ്ങനെ വരുമെന്നോ ഞങ്ങളൊക്കെ വിചാരിച്ചത് വൈകുന്നേരം ആയാലേ അവർ വരുവുള്ളൂ എന്നാണ്. അപ്പോൾ അവർക്കും അറിയില്ല, പോയവർക്കും അറിയില്ല ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. കാരണം നമ്മൾ കണ്ണാശുപത്രിയിൽ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു. കുറച്ച് നമുക്കിപ്പോൾ എല്ലാം ഫ്രീ ആയിട്ടാണ് അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനെയല്ല, നമ്മളിപ്പോൾ പ്രൈവറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുമ്പോഴേക്കും അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് പ്രിഫറൻസും കാര്യങ്ങളൊക്കെ കിട്ടണമുണ്ട്. പിന്നെ നമ്മൾ ഈ ബാലൻസ് വരുന്ന ചോറുണ്ടല്ലോ, തലേ ദിവസം ബാക്കി വരുന്ന ചോറ് വെള്ളം ഒഴിച്ചിട്ടിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഒന്ന് ആവി കയറ്റിയെടുക്കും. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് തന്നെ ഇട്ടേക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിറ്റേന്ന് ഇതേപോലെ ഒന്ന് തിളപ്പിച്ച് വടിച്ചെടുക്കും. അപ്പോൾ ചോറ് നല്ലതുപോലെ തന്നെ ഇരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചോറ് കഴിക്കാൻ നേരത്ത് ആദ്യം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് എടുക്കുമല്ലോ, അപ്പോൾ ആദ്യം ഈ ചോറ് എടുക്കും. നമ്മൾ ഇന്ന് വെച്ച അരിയുള്ളത് എടുക്കില്ല, അത് നമുക്ക് നാളെ ഇരുന്നാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഈ ചോറ് ആദ്യം എടുത്ത് കഴിച്ച് ഇത് തീർന്നതിന് ശേഷം മാത്രമേ പുതിയതായിട്ട് വെച്ചത് എടുക്കുകയുള്ളൂ. അപ്പോൾ മീൻ കറിയൊക്കെ സെറ്റപ്പായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി കടുകൊക്കെ താളിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് മീൻ കറി റെഡിയായി. പിന്നെ ഇനി ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാബേജ് തോരനും ആയിട്ടുണ്ട്, അവിയൽ റെഡിയായി. അങ്ങനെ സംഭവങ്ങളൊക്കെ എല്ലാം ഒരുവിധം സെറ്റായി വന്ന്
ഇനി എനിക്ക് കടയിൽ പോകണം. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ കടയിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുപോകണില്ല, ചേച്ചി കൊണ്ടാക്കി തരും. കാരണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് വണ്ടി വേണമല്ലോ. അങ്ങനെ ഇനി കടയിൽ പോകണം. ഇനി കടയിൽ പോയിട്ട് ബാക്കി ഇനി അവിടെയും ഉണ്ട് ജോലിയും കാര്യങ്ങളും എല്ലാം. എവിടെ രണ്ടെണ്ണം തന്നെ അല്ല, ഇതിലൊന്നു ഈ ഒന്നൊഴിച്ചില്ലേ? ഇനി ഒഴിക്കണം, രണ്ടും ഒഴിക്കണം. അല്ല രമ്യ ചേച്ചി നേരത്തെ ഒഴിച്ചതല്ല, ഇത് രണ്ടും ഒഴിച്ചോണ്ടിരിക്കണം. ഇപ്പൊ ഇത് ഒരു തുള്ളി, ഇത് ഒഴിച്ചോണ്ടിരിക്കണം. അപ്പൊ അമ്മയ്ക്ക് ഇന്ന് കാറ്ററാക്റ്റിന്റെ ഓപ്പറേഷൻ ആയിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ വന്നിരിക്കുകയാണ്. കണ്ണാടിപൂര് മോളിലോട്ട് വീണ. ഇനി തുള്ളി മരുന്നൊക്കെ കൊണ്ട് ഒഴിക്കാനായിട്ട് ഓപ്പറേഷന് ഞാൻ പോയില്ല, അതുകൊണ്ട് എനിക്ക് അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ഓപ്പറേഷൻ? ഓപ്പറേഷൻ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, വേദനയൊന്നും അറിഞ്ഞില്ല, നല്ലതുപോലെ ആയിരുന്നു ഓപ്പറേഷൻ ചെയ്തത്. അമ്മേരെ 2 കണ്ണ് ഓപ്പറേഷൻ ചെയ്തു. ഒരെണ്ണം അന്ന് ചെയ്തപ്പോ 7 വർഷമായി. ഇപ്പൊ രണ്ടാമത്തെ കണ്ണ് ചെയ്തിട്ട് വളരെ സുഖം. അവര് പറയണ രാത്രിയാകുമ്പോ വേദന വരുമെന്ന് പറയണ, ഗുളിയൊക്കെ കഴിച്ചിരിക്കുന്നു, മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇനി നാളെ രാവിലെ 10 മണിക്ക് ഇപ്പൊ വേദനയില്ല. പെട്ടെന്ന് കഴിഞ്ഞില്ല, ഒരു അരമണിക്കൂർ കൊണ്ട് അമ്മേരെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇവിടെ പ്രിസൈസിലായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്. ആദ്യത്തെ അമ്മ ഇപ്പൊ ഇടത് കണ്ണല്ലേ ചെയ്തത്, അന്ന് വലത് കണ്ണ് ചെയ്തത് നമ്മളിവിടെ കണ്ണാശുപത്രിയിലായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലേ? പക്ഷെ ഇനി ഒരാഴ്ച അമ്മയ്ക്ക് റെസ്റ്റ്. അമ്മയ്ക്ക് ഫോണ് കാണാൻ പാടില്ല, അമ്മയ്ക്ക് TV കണ്ടുകൂടാ, അമ്മയ്ക്ക് അടുക്കളയിൽ കയറണ്ട. അമ്മേര അതാണ് ഇനിയിപ്പൊ അതിനെന്തൊരു ചെയ്യുമെന്നാണ്. അല്ലേ കേശു? ഡേ എന്തോന്നത്? അതുകൊണ്ട് അങ്ങ് പോയാണ്. ആരടിക്കാൻ? അപ്പൊ അമ്മയ്ക്ക് ആദ്യത്തെ കണ്ണ് ഓപ്പറേഷൻ നടത്തി കോവിഡിനൊക്കെ മുന്നേ ആയിരുന്നു. ഇത് 5-6 വർഷമായില്ലേ അമ്മ? അത് 8 വർഷം വരെ ആയി. 8 വർഷമായി. ഇപ്പൊ രണ്ടാമത്തെ. അയ്യോ അത് 2 തന്നെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുള്ളി മരുന്ന് ഒഴിക്കണം. വേറെ ഒന്നും കുഴപ്പമില്ല. അമ്മയുടെ സീരിയലുകളും ബിഗ് ബോസും അല്ലേ അമ്മ? അമ്മയ്ക്ക് ബിഗ് ബോസും മുടങ്ങി, സീരിയലുകളും മുടങ്ങി. അതാണ് ഇപ്പോഴത്തെ അമ്മയുടെ പ്രയാസം. ഒരേ കണക്കിന് കിടക്കണം, ചരിഞ്ഞു കിടക്കാൻ പാടില്ല. ഈ അങ്ങോട്ട് ചരിഞ്ഞൂടല്ലേ? പിന്നെ കുളിക്കാൻ പാടില്ല, മുഖം ഒരാഴ്ച കുളിച്ചുകൂടല്ലേ അമ്മ? കുളിച്ചൂടാ, ചൂടം കഴിയൂടാ, വെള്ളം തൊട്ട് പറഞ്ഞത് ചൂടത്ത് പാടാണെന്ന് പറഞ്ഞു. 2 ദിവസം കഴിയുമ്പോ ഒരു തലപ്രാന്താരി തുടച്ചെടുക്കാൻ പറയണം. അനിയത്തി ഹലോ, കുളിക്കാത്തതാണ് പാട് ഈ ചൂടത്ത്. ഹലോ, കട്ടായ? ഇല്ല, കോള് പൊയ്ക്കൊണ്ടിരിക്കുന്നു. മുഖവും അമ്മ കണ്ണും നനച്ചൂടെ, മുഖവും കഴുകി കൂടെ കുളിക്കുകയും ചെയ്തൂടെ? ഇനി കണ്ണ് നനയും, അതുകൊണ്ട് മുഖം കഴുകാൻ പാടില്ല. തുടച്ചെടുക്കാം. 2 ദിവസം കഴിയുമ്പോ തല കുളിക്കാത്തതിന്റെ ഒരു വെപ്രാളം കാണും. അമ്മയാണെങ്കിൽ കാലത്തെ അപ്പത്തിനാണ് കുളിച്ചോണ്ട് പോയത്. ഇന്ന് രാവിലെ കുളിച്ച്. അമ്മയാണെങ്കിൽ എല്ലാ ദിവസവും കുളിക്കുകയാണ്. ഇപ്പൊ ദിവ്യേച്ചിക്കായിരുന്നു ഓപ്പറേഷൻ എങ്കിൽ പിന്നെ ആ പ്രശ്നം ഇല്ല. 2-3 ദിവസത്തിലാണ് കുളിക്കുന്നത്. ബിഗ് ബോസിലെ മറ്റേ അവളുണ്ടല്ലോ ജാസ്മിൻ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല ഓപ്പറേഷൻ എല്ലാം. ഞങ്ങൾ വിചാരിച്ചത് വൈകുന്നേരം വരാൻ പറ്റുള്ളൂ എന്നായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും, 8:15 ആയപ്പോഴേക്കും അവരവിടെ എത്തിയായിരുന്നു. പിന്നെ അമ്മയ്ക്ക് മുന്നേ ഒരു 4 പേരും എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് സർജറി കഴിയും. അമ്മയ്ക്ക് സർജറി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും 12:30 ആയി. 12:30 കൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അവർ നേരത്തെ തന്നെ വീട്ടിലെത്തി. അപ്പോൾ ഞാനെന്താ വീട്ടിലൊക്കെ വന്നായിരുന്നു. അപ്പോൾ എല്ലാവരും ചേട്ടന്മാരെല്ലാവരും ഉള്ളതുകൊണ്ട് കേശു ഭയങ്കര സന്തോഷത്തിൽ നടക്കുകയാണ്, ഓട്ടവും ചാട്ടവും മേളവുമായിട്ട്. പിന്നെ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇനി കേശു പഠിക്കാനായിട്ടിരിക്കൂല, ഈ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും അവന്മാരുടെ കൂട്ടത്തിൽ. കിച്ചു വൈകുന്നേരം ആകുമ്പോൾ പഠിപ്പിക്കാൻ വരുമ്പോഴേക്കും പറയും, ചേട്ടാ ഇന്ന് വരണ്ട ചേട്ടാ, ഇന്ന് എനിക്ക് പഠിക്കാൻ വയ്യ, ഇന്ന് എല്ലാവരും ഉണ്ട്, എൻ്റെ അളിയന്മാരൊക്കെ ഉള്ളതല്ലേ എന്ന് പറയും. പിന്നെ ഞങ്ങളെ വിചാരിക്കും, ചിലപ്പോൾ ഞാൻ നല്ല വഴക്കൊക്കെ കൊടുക്കും, പിന്നെ വിചാരിക്കാം നിന്ന് കളിക്കിട്ട് ആ ഒരു പിള്ളേരെ കാണുമ്പോഴേക്ക് അവനൊരു സന്തോഷം. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്ക് ഇതാ ചേച്ചി ചായ ഇട്ട് ഞാനിങ്ങനെ എണ്ണമാങ്ങ ഉണ്ടാക്കാനായിട്ട് മാങ്ങ എടുത്തതാണ്. പക്ഷേ എനിക്ക് നല്ലൊരു പണി കിട്ടി. ഞാൻ ചെയ്തതിൽ എന്തോ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. നമ്മൾ എണ്ണമാങ്ങ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും മാങ്ങയിൽ പാടില്ല. പക്ഷേ ഞാൻ രാവിലെ എനിക്ക് എന്താ പറ്റിയെന്ന് അറിഞ്ഞുകൂടെ ഞാൻ 3 മാങ്ങ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് പോയത്. എടുത്ത് വെളിയിൽ വെച്ചപ്പോഴേക്ക് അതിൽ ഇങ്ങനെ നമ്മൾ എത്ര തുടച്ചെടുത്താലും എന്തൊക്കെ ചെയ്താലും നമ്മൾ ആ റൂം ടെമ്പറേച്ചറിലോട്ട് മാറുന്ന ആ സമയത്ത് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുമല്ലോ. എന്നാൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഇന്ന് മാങ്ങ വെച്ചിട്ട് നാളെ ഉണ്ടാക്കിയാലും മതിയായിരുന്നു. പക്ഷേ വെപ്രാളമല്ലേ, എന്തെങ്കിലും കിട്ടിയാൽ അപ്പം തന്നെ അത് ചെയ്യണമെന്നുള്ളത് നമുക്കൊരു വെപ്രാളം വരുമല്ലോ. അങ്ങനെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എണ്ണമാങ്ങ ഇട്ട് ഒരു 2-3 ദിവസം വെച്ചിരുന്നപ്പോൾ തന്നെ ചെറുതായിട്ട് പൂപ്പൽ വരാൻ തുടങ്ങി. പിന്നെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച്. അപ്പോൾ നമ്മൾ ഒരു തുള്ളി വെള്ളമെങ്കിലും അതിലായിപ്പോയാൽ എണ്ണയിലല്ലോ മാങ്ങ ഇങ്ങനെ പൂപ്പൽ വരും. അപ്പോൾ അതാണ് മാങ്ങയിൽ സംഭവിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ കുറേ സമയം ഇങ്ങനെ തുടച്ച് വെക്കും, വീണ്ടും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നിമിന്ന് വെള്ളം വരും. എന്ത് പറയാനായിട്ട് 3 മാങ്ങ, പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും നല്ലതുപോലെ ഫ്രിഡ്ജിനകത്തുണ്ട്. ഞാൻ മുന്നേ വെച്ച ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതുകൊണ്ടായിരുന്നു. ഈ എണ്ണമാങ്ങയെന്ന് വെച്ചാൽ പഴകും തോറുമാണ് അതിൻ്റെ രുചി കൂടണത്. പക്ഷേ വെളിയിലിരുന്ന് തന്നെ പഴകി എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ അതാ എണ്ണമാങ്ങ ഞാൻ അന്ന് കാണിച്ചതാണ്. പക്ഷേ അന്ന് ഞാൻ റീൽസും ഷോർട്സും ഒക്കെ ഇട്ടപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ കമൻറ്റ് വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഉപ്പ് വേണ്ടായിരുന്നു എന്ന്. ഞാനിങ്ങനെ എല്ലാ കൂട്ടും പറഞ്ഞ സമയത്ത് ഉപ്പ് പറയാനായിട്ട് മറന്നുപോയി. പിന്നെ ഈ ഉപ്പെന്ന് പറയണത് നമ്മൾ എന്ത് കറിക്കും എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, ഉപ്പില്ലാതെ ഒരു കറിയും വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ എണ്ണമാങ്ങയ്ക്കുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് 1 മാങ്ങയിൽ വെച്ച് ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് 3 മാങ്ങയിൽ വെച്ചിട്ട് കുപ്പി നിറച്ചിട്ട് വെക്കാനൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ ഈ പറയും പോലെ വേറെ പ്രശ്നമൊന്നും പറ്റിയില്ല. ആ ഒരു സംഭവം ആയതുകൊണ്ട് വെളിയിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റണില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എണ്ണമാങ്ങയുടെ റെസിപ്പിയൊക്കെ അന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാനിനി അതും കൂടെ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. അങ്ങനെ ലാസ്റ്റ് എണ്ണമാങ്ങ ഇട്ട് വെച്ച് എണ്ണമാങ്ങയും ഇട്ട് ചേച്ചി ചായ ഇട്ടായിരുന്നല്ലോ, ചായയൊക്കെ കുടിച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാത്രിയത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. ഇവിടെ ആർക്കും രാത്രി ചോറ് പറ്റൂല. അങ്ങനെ വിചാരിച്ചു ദോശമാവുണ്ടായിരുന്നു, ദോശയും ചമ്മന്തിക്കറിയല്ല മുളക് കറിയും കറിവേപ്പില ചമ്മന്തിയും ആക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ കറിവേപ്പില ചമ്മന്തി എനിക്ക് ഇന്ന് ഞാൻ നേരത്തെ ഒരു ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ ചേച്ചി പറഞ്ഞു തന്ന റെസിപ്പിയായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. പക്ഷെ ഉണ്ടാക്കി എടുത്തപ്പോഴേക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് എണ്ണ തിളപ്പിച്ചിട്ട് നമ്മൾ 1 പിടി കറിവേപ്പില, നമുക്കറിയാമല്ലോ നമ്മൾ എത്ര അംഗങ്ങളുണ്ടെന്ന്, അപ്പോൾ അതിനനുസരിച്ച് എന്തായാലും കറിവേപ്പില കൂടുതൽ വേണം. ഞാൻ 1 പിടി കറിവേപ്പില എടുത്തായിരുന്നു. ആ കറിവേപ്പില നമ്മളിങ്ങനെ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരണം. അപ്പോൾ അതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നല്ലതുപോലെ മൂപ്പിച്ചിട്ട് അതൊന്ന് കോരിയെടുക്കണം. അപ്പോൾ ചമ്മന്തി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ചേച്ചി പറഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയത്. അപ്പോൾ ഒരുപാട് വീഡിയോ കിടക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞേ കൂടായിരുന്നു. എന്തെല്ലാം കറികളാണല്ലോ. നമുക്കാണെങ്കിൽ കൂടിപ്പോയാലൊരു 7-8 കറികളൊക്കെ അറിയായിരിക്കും. എന്തുമാത്രം വെറൈറ്റി കറികളൊക്കെയാണ് ഓരോരുത്തരും ഉണ്ടാക്കി അല്ലെങ്കിൽ ഓരോരുത്തരൊക്കെ ഇങ്ങനെ യൂട്യൂബിലേക്ക് ഷെയർ ചെയ്യണത്. സത്യം പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒന്നും പേടിക്കേണ്ട, എന്ത് കറിയുടെ റെസിപ്പി വേണമെങ്കിലും അതിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. അങ്ങനെ ഞാൻ കറിവേപ്പില വറുത്ത് കോരിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളക് വറുത്ത് കോരി. പിന്നെ ഇതിപ്പം തോരൻ പരിപ്പും ഉഴുന്നും കൂടെയാണ്, അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇനി ഞാൻ സവാള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൊച്ചുള്ളി ഇല്ലായിരുന്നു. അപ്പോൾ സവാളയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങയും കൂടെ വേണം. അപ്പോൾ ആ തേങ്ങയും കൂടെ നമ്മൾ തേങ്ങാപ്പീരയും കൂടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് വഴറ്റിയെടുക്കും, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അല്ലാണ്ട് നല്ലപോലെ നമ്മളൊന്ന് വറുത്ത് കോരി അല്ലെങ്കിൽ മൂപ്പിച്ച് കോരി എടുക്കുകയൊന്നും വേണ്ട.
അതിൻ്റെയൊക്കെ ഒരു പച്ചമണം അങ്ങ് പോകണ രീതിയിൽ ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കണം. അതാണ് അടുത്ത പരിപാടി. പിന്നെ രാത്രിയത്തേക്കുള്ള ഈ സംഭവങ്ങളും കൂടെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ എനിക്കിനി മേലൊക്കെ കഴുകിയിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ അമ്മയുടെ ജോലിയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് അമ്മയെ കൊണ്ട് ഒന്നിനും പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഇത് മൊത്തം ഇനിയിപ്പോൾ എൻ്റെ തലയിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചമ്മന്തി അരച്ചെടുത്ത് ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മൾ കഴിക്കുമ്പോഴേക്കും മിക്സർ പക്കാവടയൊക്കെ കഴിക്കും പോലെയൊക്കെയാണ് തോന്നുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല ചൂട് കഞ്ഞീര് കൂടെയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ നമുക്കിങ്ങനെ വെറുതെ തന്നെ അതിനെടുത്ത് കഴിക്കാമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. നല്ല രസമായിരുന്നു ആ ചമ്മന്തി. അങ്ങനെ ചമ്മന്തി ആക്കി വെച്ച് ഇനി ഒരു മുളക് കറിയും കൂടെ ആക്കണം ദോശയ്ക്ക്. പിന്നെ നന്ദു അവിടെ ചെയ്യണത് പിള്ളേരെല്ലാവരുടെ മാഗി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം മാഗി കിട്ടാനുള്ള തിരക്കിലാണ് അവരെല്ലാവരും. അങ്ങനെ വലിയ പാക്കറ്റ് മാഗിയാണ് വാങ്ങിച്ചത്. ആളെണ്ണം കൂടുതലല്ലേ, അപ്പോൾ അതിനി ഒന്ന് വേവിച്ചൊക്കെ എടുക്കണം. അപ്പോൾ മാഗി ആയതുകൊണ്ടാണ് യവന്മാരൊക്കെ അവിടെ വന്ന് കറങ്ങണത്. വേറെ വല്ല ആണെങ്കിൽ എവരെയൊന്നും ഈ ഏരിയയിൽ കാണൂല അനന്തുവിനെയൊന്നും. പിന്നെ ജെംസ് മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വന്ന്, അപ്പോൾ അത് കട്ട് ചെയ്ത് തിന്നാനും കൂടെയൊക്കെയാണ് അവിടെ വന്ന് നിൽക്കുന്നത്. മുളക് കറിയും റെഡിയായി. ഇനി ദോശയും കൂടെ ചുട്ട് വെച്ചിട്ടതിന് ശേഷം മേല് കഴുകി വിളക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിളക്ക് കത്തിക്കണം. മേല് കഴുകിയതിന് ശേഷം അടുക്കളയിൽ കയറുന്നത് ചിന്തിക്കാൻ പോലും വയ്യ, അത്ര ചൂടാണ്. അപ്പോൾ പിന്നെ ഈ ഒരു ദോശക്കല്ലുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരം ആളെണ്ണം കൂടുന്ന സമയത്താണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചെറുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 5 ദോശയോളം ഉണ്ടാക്കാം. ഞാനിപ്പോൾ മിക്കവാറും 4 ദോശയാണ് അതിലുണ്ടാക്കുന്നത്. 4 ദോശയെന്ന് വെച്ചാൽ ഒറ്റ സ്റ്റെപ്പിൽ 4 ദോശ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് നെയ് റോസ്റ്റ് അല്ലെങ്കിൽ മസാല ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഭയങ്കര ഉപകാരമാണ് ഈ ഒരു കല്ല്. അങ്ങനെ ജോലികൾ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി അവിടെ മാഗി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിനി ദോശയും കൂടെ ചുട്ട് വെച്ചിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അമ്മയ്ക്കിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുള്ളിമരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കണം, ഈ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും. അപ്പോൾ രമ്യ ചേച്ചി ഉണ്ട്, രമ്യ ചേച്ചിയും ചേട്ടനും കൂടെയാണ് അമ്മയെ കൊണ്ടുപോയത്. അപ്പോൾ ചേച്ചി അമ്മയുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ മരുന്നൊഴിക്കലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അമ്മയുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കിയാലേ പറ്റുള്ളൂ, വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും എനിക്ക് നോക്കണ്ടേ. അപ്പോൾ ഞാൻ ദോശയൊക്കെ ചുട്ട് കാസറോളിലൊക്കെ ആക്കി വെച്ചിരുന്നാലും സമയമാകുമ്പോൾ കഴിച്ചാൽ മതിയല്ലോ. പിന്നെ ചോറൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ചോറ് കഴിക്കാം, അല്ലാത്തവർക്ക് ദോശ കഴിക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു കണക്കുകൂട്ടലിലാണ് കാര്യങ്ങൾ ഇവിടെ ഓടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അമ്മയെ നോക്കാനായിട്ട്. അപ്പോൾ അമ്മയൊക്കെ വന്നിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പോലും സമയം കിട്ടിയില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഒതുക്കി എൻ്റെ രീതി ഞാൻ മനസ്സിൽ വിചാരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 മണിയോട് കൂടി ഈ ജോലികൾ ഫുള്ള് തീർത്ത് മേല് കഴുകിയതിനൊക്കെ ശേഷം വിളക്ക് കത്തിക്കണം. പിന്നെ അടുക്കളയിലോട്ട് കയറിയില്ല, പിന്നെ ഒന്ന് വിശ്രമിക്കണം. അപ്പോൾ അതുകൊണ്ട് അവർ കുറേ സമയമായി വന്നിട്ട് അച്ഛനും അമ്മയൊക്കെ അവരവിടെ അമ്മയുടെ അടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവിടെ പറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയും ദിവ്യ ചേച്ചിയും ഉണ്ട്. ഇതെല്ലാം ചെയ്ത് ഇനിതാ അടുക്കള ഒതുക്കി. അപ്പോൾ ദോശയൊക്കെ എല്ലാം ചുട്ട് കഴിഞ്ഞ്, അപ്പോൾ ഞാൻ ആ ചമ്മന്തി ഉണ്ടാക്കിയതാണ് അമ്മയെ കാണിച്ചത്. അപ്പോൾ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അമ്മയുടെ കുറേ പാത്രങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴേക്കും അവർക്ക് ഇന്ന് കൊണ്ടുപോകാൻ വയ്യ, നാളെ നീ അങ്ങ് കൊണ്ടുവന്നാൽ മതിയെന്ന്. അതിൽ കുറേ കറിവേപ്പിലയും ഉണ്ടായിരുന്നു. അപ്പോൾ കറിവേപ്പില കൊടുത്തപ്പോൾ അമ്മയ്ക്ക് കറിവേപ്പിലയും വേണ്ട. എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു, എന്ത് പറ്റി അമ്മയ്ക്കെന്ന്. അപ്പോൾ വേറൊന്നുമല്ല, അവർക്ക് ഇന്നലെ ഇവിടെ നിന്ന് കുറേ കറിവേപ്പില കിട്ടിയായിരുന്നു. അങ്ങനെ അതൊക്കെ എല്ലാം ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി അവിടെ മാഗി കിണ്ടുകയാണ് ബാക്കിൽ. അപ്പോൾ ഇനി പാത്രങ്ങളും കൂടെയൊക്കെ കഴുകി അങ്ങ് വെച്ചാൽ ജോലികളെല്ലാം തീരും. അതാണല്ലോ ഏറ്റവും വലിയ ജോലി. ഞാൻ എപ്പോഴും പറയും പോലെ ബാക്കിയെല്ലാം ചെയ്യും. അത് കഴിയുമ്പോഴേക്കും ഈ പാത്രം കഴുകലുണ്ടല്ലോ, കുറേ പാത്രങ്ങൾ അപ്പോഴപ്പോഴപ്പോഴും തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പാത്രങ്ങളല്ലേ, നമ്മൾ വീണ്ടും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതും കൂടെ കഴുകി ഒതുക്കി വെച്ച് അടുക്കളയും കൂടെ വൃത്തിയാക്കിയിട്ടാൽ പിന്നെ ഈ കഴിക്കണ പരിപാടികൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തുള്ള പാത്രങ്ങൾ അപ്പോഴപ്പോഴങ്ങ് കഴുകാം. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഇനി വിളക്ക് കത്തിക്കണം. വിളക്കും കൂടെ കത്തിച്ച് കഴിഞ്ഞാൽ
അങ്ങനെയുള്ള എല്ലാ പരിപാടികളും തീരും. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ അത് ചൂണ്ടുവിളക്ക് തന്നെയാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ പിന്നെ വേറൊരു വീഡിയോ കണ്ടപ്പോഴേക്ക് പച്ച കർപ്പൂരം അതിൻ്റെ നമ്മൾ തിരിയുടെ തുമ്പിൽ വെച്ച് കൊടുത്തിട്ട് കത്തിച്ചാൽ നല്ല മണവുമാണ്, പെട്ടെന്ന് വിളക്ക് കത്തുകയും ചെയ്യും. അതിപ്പോൾ പച്ച കർപ്പൂരം വേണമെന്നില്ല, നമ്മൾ സാധാ കർപ്പൂരം ആയാലും നല്ലത് തന്നെയാണ്. പക്ഷേ പച്ച കർപ്പൂരം ആകുമ്പോൾ ഒരു പ്രത്യേക മണവും കൂടെയാണ് അതിന്. അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് പച്ചക്കർപ്പൂരം വാങ്ങിക്കണമെന്ന്, പക്ഷെ മറന്നു. അതുപോലെ പച്ചക്കർപ്പൂരത്തിന് ഭയങ്കര വിലയുമാണ്. നമുക്കൊരു 5 ഗ്രാമൊക്കെയാണ് 15 രൂപ, അങ്ങനെ എന്തൊക്കെയോ കിട്ടണത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നല്ല വെള്ളം തന്നെ.